ലാൽകുമാർ, ഇന്നലെ ആലപ്പുഴയിലെ വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനം എന്നുള്ളത് പ്രസിദ്ധമായി മാറി. അല്ലെങ്കിലും എനിക്കൊന്ന് ഈ ആലപ്പുഴ അദ്ദേഹത്തിന് അത്ര രാശിയില്ലാന്ന് തോന്നുന്നു. കാരണം അവിടെ വെച്ചാണെന്ന് തോന്നുന്നു കെ സുധാകരൻ പണ്ട് അദ്ദേഹത്തെ എവിടെ പോയി കിടക്കുകയാണ് എന്നുള്ള മട്ടിൽ ചില പ്രയോഗം നടത്തി, ഓർമ്മയില്ലേ? മറ്റേ ഇവരുടെ കോൺഗ്രസിൻ്റെ ഒരു യാത്ര നടന്ന സമയത്ത് അതേ ആലപ്പുഴയിൽ തന്നെ പ്രസ് ക്ലബ്ബിൽ പോയി ഒരു വലിയ അറ്റാക്ക് നടത്തി. മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, നിങ്ങൾക്ക് പരസ്യമല്ലാതെ വേറെ കുറേ പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ കേട്ടിരിക്കാൻ ഏതായാലും പലപ്പോഴും ഇരിക്കുന്ന ആളുകൾക്ക് കഴിയാതെ വന്നു. വളരെ ശക്തമായ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി താങ്കൾ കണ്ടു കാണുമല്ലോ. അതേ വാർത്താ സമ്മേളനത്തിലോ മറ്റോ ആവണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന കാര്യങ്ങൾ അങ്ങനെ 50 മിനിറ്റ് പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ടിരുത്തിയിരിക്കുന്നവരിൽ നിന്ന്, മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, കൊണ്ടിരുത്തിയിരിക്കുന്നവരിൽ നിന്ന് 3-4 ചോദ്യം ചോദിക്കും. എന്നിട്ട് ഇത് അവസാനിപ്പിക്കും, സമയമായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകും എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് അതിനെ നറേറ്റ് ചെയ്ത്. അതേ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ആ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നവരാണ് എന്നും കൂടി പറഞ്ഞു വെച്ചത്. ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടു കാണുമല്ലോ ലാൽകുമാർ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞത്? അതിനുശേഷം അദ്ദേഹം എത്ര സമയം ചോദ്യങ്ങൾക്കായി നീക്കിവെച്ചു? ഏതാണ്ട് സ്റ്റോക്ക് തീരും വരെ എന്ന മട്ടിൽ തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ കോഴിക്കോട്ടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തർക്കത്തിനോ ചർച്ചയ്ക്കോ വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോ, അതേക്കുറിച്ചാണ് ലാലിനോട് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിന് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ. അത് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഉണ്ടായി വരുന്നൊരു പ്രശ്നമാണ്. അത് ഒരു വിമർശനം എന്നത് ആത്മാർത്ഥമായ വിമർശനത്തിന് പകരം കാടടച്ചുള്ള വിമർശനം നടത്തുക കോൺഗ്രസിൻ്റെ ഒരു പതിവായി മാറിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും രമേശ് ചെന്നിത്തല സാധാരണഗതിയിൽ പഠിച്ച് കാര്യങ്ങൾ പറയുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ സവിശേഷ സാഹചര്യത്തിൽ CPM വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ടല്ലോ, ആ സവിശേഷ സാഹചര്യത്തിൽ ഒട്ടും പക്വതയോടുകൂടി അല്ലാതെ പെരുമാറിയ ഒരു വിഭാഗം ആൾക്കാർ കേരളത്തിലെ പ്രതിപക്ഷമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. മുഖ്യമന്ത്രി നോക്കൂ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആള് ഉമ്മൻചാണ്ടിയാണല്ലോ, അല്ലേ? ഉമ്മൻചാണ്ടി എത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായ ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ട്? ഒന്നും നേരിട്ടിട്ടില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോവുക, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറയുക, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 4 പാരഗ്രാഫിൽ 1-ാമത്തെ പാരഗ്രാഫിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ് ഒരു കൂട്ടർക്കുള്ളതും 2-ാമത്തെ പാരഗ്രാഫും 4-ാമത്തെ പാരഗ്രാഫും മറ്റു കൂട്ടർക്കുള്ളവരും, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കമൻറ്റ് പറഞ്ഞിട്ടുന്ന ആൾക്കാരൊക്കെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നോക്കൂ, അദ്ദേഹം നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. അത് എന്നാലും രാഷ്ട്രീയ വിമർശനം അവിടെ നിൽക്കും. ഒരു ചോദ്യം പോലും എടുക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പറയാതെ ഒളിച്ചോടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നോക്കൂ, പ്രതിപക്ഷ നേതാവിന് സംസ്ഥാനത്ത് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിന് ഉത്തരങ്ങൾക്ക് പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഈ ചോദ്യം ചോദിക്കുന്നതിന് ന്യായമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പോലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പൊതുവേ വി ഡി സതീശനോടോ പ്രതിപക്ഷ നേതാവിന് ആരിയിരിക്കുന്നു അവരോട് ചോദിക്കാറില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വിവാദമായ പ്രസ്താവനകൾ കിട്ടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയുക, CPM-നെതിരെ പറയുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആവശ്യം. ഈ വാർത്ത തന്നെ നോക്കൂ, വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ഡി സതീശൻ ഈ പറഞ്ഞ പ്രയോഗം ഒരു കത്തി നിൽക്കാനും അല്ലെങ്കിൽ അതൊരു മോശമായി പോയി എന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താ? അത് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ്. വേറെ ആർക്കെങ്കിലും എതിരെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇതൊരു ചർച്ച പോലും ആകത്തില്ല. മാധ്യമപ്രവർത്തകർ മൊത്തം പൈസ മേടിച്ചിട്ടാണ് പണി ചെയ്യുന്നത് എന്നൊരു പ്രയോഗത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇവരെടുത്തുകൊണ്ടിരുന്ന പണി വെറുതെ ആയിപ്പോയില്ലേ? അതല്ലേ സത്യം? ഇത്രയും നാളും കോൺഗ്രസിൻ്റെ പണി എടുത്തുകൊണ്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനത് വളരെ റിപ്പീറ്റഡായിട്ട് ഈ പ്രയോഗം ഞാൻ നടത്തിയിട്ടുള്ള ഒരാളാണ്. എനിക്കത് നിസ്സംശയം പറയാൻ പറ്റും. പ്രതിപക്ഷത്തിൻ്റെ റോള് മാധ്യമങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ റോള്, കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള റോള് കേരളത്തിൽ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ, പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനൊന്ന് വന്നു നന്നായി. ഇനി ഇവിടുത്തെ വരുന്ന മറ്റൊരു വിഷയം, ഈ മന്ത്രിസഭ എത്ര നല്ല മന്ത്രിസഭയായിരുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിലയിരുത്തൽ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, ഇടപെടാതിരുന്ന് ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകൾ എന്താണ്? ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ആദ്യത്തെ ചലഞ്ച്. 2, തിരിഞ്ഞാലും മറിഞ്ഞാലും ഈ കേതുവിന് ഹേതു വേണ്ട എന്ന് പറയുന്ന പോലെ വെട്ടാൻ നിൽക്കുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു കേരളത്തിൽ. കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല.
ഇതാണ് ഇതിനകത്ത് ഏറ്റവും വെച്ചാൽ നമ്മുടെ ഫെഡറൽ ഫീച്ചറിനെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പോളിസി പാരാലിസിസ് വരത്തക്ക രീതിയിൽ ഇടപെടുന്ന കേന്ദ്ര സർക്കാരും പണം തരാതിരിക്കുന്ന ഇതും. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് മാർഗമായി ക്യുബി എന്ന് പറയുന്ന മാർഗം കൊണ്ടിരുന്നു. ആ ക്യുബി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി നമ്മൾ കൊണ്ടിരുന്നു. അതിനെ പോലും റദ്ദ് ചെയ്യുന്ന രീതിയിൽ അതിനും ഒരു കടിഞ്ഞാനിടുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിന് കോൺഗ്രസും കൂട്ടു നിൽക്കുന്നു. കോൺഗ്രസ് ഇതിനുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇതൊക്കെ നന്നായി എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിനും ഒരു സംശയം വേണ്ട. അപ്പം നമ്മളുടെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചലഞ്ചസാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ചലഞ്ചുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഈ ചലഞ്ചുകളെ ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാര്യം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നേ പറ്റൂ. സംസ്ഥാനത്ത് പണമില്ലാത്ത നേരത്ത് കോവിഡ് കാലത്ത് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഇടപെട്ട് അവരിലേക്ക് കിറ്റ് കൊണ്ടു കൊടുത്തത് PR വർക്കാണെങ്കിൽ അതങ്ങ് സഹിച്ചു. അതിന് പ്രത്യേകിച്ച് നമ്മൾ അത് PR ആയിരുന്നോ എന്നൊന്നും ചോദിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നിന്ന ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കും എന്താണ് ആ പ്രവർത്തനമെന്ന്. DYFI പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് ഇടപെട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അത് മുഖ്യമന്ത്രി ഈ നാടിൻ്റെ ലീഡറായി മുന്നോട്ട് വന്ന് അദ്ദേഹം തന്നെയാണ് സംസാരിക്കേണ്ടത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ബ്രീഫ് ചെയ്ത് ആ ബ്രീഫ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വലിയ രീതിയിൽ അദ്ദേഹം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അവിടെ ഈ പ്രത്യേക സാഹചര്യം ഇവർ വിശദീകരിച്ചല്ലോ, ഇത് മൊത്തം പറ്റിക്കലാണെന്ന്. കോവിഡ് നടന്നു കഴിഞ്ഞ് കുറേ കാലം കൂടെ കഴിഞ്ഞല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലേ? കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടെങ്കിലും കോവിഡ് കഴിഞ്ഞ് ജനം പുറത്തിറങ്ങി തുടങ്ങിയായിരുന്നല്ലോ അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഇവർ കൃത്യമായി ഓരോരുത്തർ വീട്ടിൽ ചെന്ന് ഇത് കളിപ്പീരാണ്, പിണറായി വിജയൻ നിങ്ങളെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ ശേഷവും അവർ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. 2, അടുത്ത ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദേവി ഈ ചർച്ചകൾക്കകത്ത് PPE കിറ്റുമായി ബന്ധപ്പെട്ട വിവാദം പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക, മൈൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സംസ്ഥാനം എല്ലാ ആയുധങ്ങളും എടുത്ത് പുറത്തു വെച്ച് അതിനെ നേരിടാൻ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ നേരിടാൻ ശ്രമിക്കുന്ന സമയത്ത് 10 രൂപയ്ക്ക് കൂടുതൽ അല്ലെങ്കിൽ 10 രൂപയുടെ കൂടുതൽ കിറ്റ് മേടിച്ചു അല്ലെങ്കിൽ വില കൂട്ടി കിറ്റ് മേടിച്ചു. നോക്ക്, 100% വില കൂട്ടി കിറ്റ് മേടിച്ചു എന്നിരിക്കട്ടെ, 100%, അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. 100%, അത്ര ഇപ്പം ഇല്ലല്ലോ. 100% കിറ്റ് മേടിച്ചതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതെന്തിനാണ് കോൺഗ്രസിനെയും ബാക്കിയുള്ളവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്തുകൊണ്ടത് എന്തുകൊണ്ട് മേടിച്ചു എന്ന് ശൈലജ ടീച്ചറിന്റെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് സവിശേഷ സാഹചര്യം. നമ്മൾ ഒരു സാധനം മേടിക്കുക, സാധാരണ മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു സാധനം മേടിക്കാൻ പോവുക, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വില കൂടുതലാണ് കൊടുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനും ബാധകമാണ്. വേറൊരിടത്ത് കിട്ടാനുണ്ടോ ഇല്ലയോ? ശരിയാണ്, കേരളത്തിൽ മാത്രമേ ഓക്സിജൻ കിട്ടാതെ ആൾക്കാർ മരിക്കാതിരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരാതിരുന്നിട്ടുള്ളൂ. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഓക്സിജൻ കിട്ടാതെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് റിസർവ് കണക്കാക്കിയതിന് വില കൂടുതൽ കൊടുത്താണ് റിസർവ് കണക്കാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ അതൊരു ചർച്ചാ വിഷയമാക്കുകയാണെങ്കിൽ ആ ചർച്ചാ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല.